पति ब्रह्मचारी എന്റെ ഭഗവാനാണ് സത്യം. ഈ ജന്മത്തിൽ നീ എന്റെ മരുമകളായില്ല. നീ കാരണം കുറെ ഞാൻ അനുഭവിച്ചു. അതിന്റെയൊക്കെ പ്രതികാരം ഞാൻ നിന്നോട് എണ്ണി എണ്ണി ചോദിക്കും. ഇനി എന്തിനാ വായി നോക്കി നിൽക്കുന്നേ? ആ സിങ്കിനകത്ത് കൈയിട്, എന്നിട്ട് എല്ലാം വാരി വാരി എടുക്ക. ഈശാമ്മ ഇതൊക്കെ എങ്ങനെ ചെയ്യും? വല്യമ്മയാണെങ്കിൽ സഹായിക്കേണ്ടെന്ന് പറയുന്നു. വല്യമ്മ, ഇത് ഞാൻ ചെയ്തോളാം. ഏട്ടത്തേക്ക് ഇതൊന്നും ചെയ്ത് പരിചയം ഉണ്ടാവില്ല. അവരെ കൊണ്ട് ഇതിന് കഴിയില്ല. നീ വലിയ ഔദാര്യൊന്നും കാണിക്കണ്ട. നിനക്കെന്താ ജോലിക്ക് പോണ്ടേ? സമയായില്ലേ? പോയി ഇറങ്ങാൻ നോക്ക. അതെ, അമ്മ പറഞ്ഞത് വളരെ ശരിയാ. പിന്നെ ഇതൊക്കെ ഈ വീട്ടിലത്തെ നിയമങ്ങൾ തന്നെയല്ലേ. കുഴപ്പമുണ്ടാക്കിയത് തന്നെ സോൾവ് ചെയ്യണം. ചെയ്താലല്ലേ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കൂ. നീ വലിയ ആളാകൊന്നും വേണ്ട. ഇത് തമാശരിക്കുള്ള സമയമല്ല. അല്ല കൊള്ളാല സൂരജെ, നിനക്കിത് ഇഷ്ടപ്പെടാത്ത പോലെ ഉണ്ടല്ലോ. നിന്റെ മുഖമൊക്കെ ആകെ വെളറി വെളുത്തല്ല. പെൺകോന്തനായല്ലേ? എന്നാൽ ഇത്ര പെട്ടെന്നായോ? അല്ലെങ്കിൽ അമ്മയ്ക്കൊരു അവസരം കിട്ടുകയല്ലേ വേണ്ടു. കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്താ പറയാന്നറിയില്ലല്ലോ. സൂരജേട്ടാ, വിദ്യചേച്ചി നിങ്ങളോട് റേഷൻ കടയിലേക്ക് വരാൻ പറഞ്ഞു. എന്തോ സാധനങ്ങൾ കൊണ്ടുവരണം അത്രേ. സൂരജെ, അങ്ങോട്ട് ചെല്ലേ. അവൾക്ക് എന്താ ആവശ്യം നോക്ക്. എടാ പോയി നോക്ക്. അതോ ഞാൻ പോണോ ഈ വയ്യാത്ത കാലും കൊണ്ട്? നീ എങ്ങോട്ടാ ഓടുന്നേ? ഈ പറഞ്ഞ ജോലി ആര് ചെയ്യും? നിന്റെ മുത്തശ്ശിയോ? ചെല്ലേ, വൃത്തിയാക്ക. വല്യമ്മയുടെ മനസ്സ് മുഴുവൻ ഇഷ മാഡത്തിനോടുള്ള ദേഷ്യം. മാഡത്തിനെ കൊണ്ട് പറ്റാത്ത പണിയാ വല്യമ്മ ഇപ്പൊ ജയിപ്പിച്ചോണ്ടിരിക്കുന്നത്. വെറുപ്പില്ലാതിരിക്കൂ. അവളും അമ്മായിയുടെ എന്തൊക്കെ അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് അറിയോ? അനുഭവിക്കട്ടെ. അതിനിപ്പോ നിനക്കെന്താ എത്ര വിഷമം പോലെ? പ്രയാസമല്ല, കഷ്ടാ തോന്നുന്നത്. ഇന്ന് വരെ അവർക്ക് സംഭവിച്ചതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ്. അതുകൂടാതെ ഇപ്പൊ നടക്കുന്ന അതിനേക്കാളും വലിയ മോശം കാര്യങ്ങളാണ്. വലിയ പണിയൊന്നുമില്ല. സിങ്കില് വെള്ളം പോകുന്നിടത്തേക്ക് കൈയിട്ട് നോക്കുക. എന്നിട്ട് അവിടെ കിടക്കുന്ന വേസ്റ്റ് എല്ലാം കൂടെ എടുത്ത് പുറത്തേക്ക് കളയുക. പക്ഷെ അതിനു മുമ്പേ ഈ വെള്ളം ഉണ്ടല്ലോ, ഇതെല്ലാം എടുത്ത് ബക്കറ്റിലോട്ട് നിറച്ചു വെക്കണേ. മോണിക്ക ചേട്ടത്തി, അത് ഞാൻ തന്നെ ചെയ്തോളാം. അവരെ കൊണ്ട് അത് പറ്റില്ല. നിങ്ങൾക്കത് പറഞ്ഞ മനസ്സിലാവില്ലേ? അമ്മ ദേഷ്യത്തിൽ നിൽക്കുമ്പോ എന്ത് പറഞ്ഞോ അത് അതുപോലെ അനുസരിക്കാതിരിക്കെ. ആരും ഒന്നും പറയണ്ട, ഒന്ന് ചെയ്യേം വേണ്ട. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഇവളാ. അതൊക്കെ ഇല്ലാതാക്കേണ്ടത് ഇവളാ. എന്തു പറ്റി? നിന്റെ ഈ കറുത്ത നീണ്ട കാർക്കൂന്താൽ നിനക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ആ, നിന്റെ നഖത്തിന്റെ മേൽ ചെയ്തത് ഇതിലും ചെയ്യണോ? വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. ഞാൻ വൃത്തിയാക്കിക്കോളാം. എന്നാ ചെയ്യ. ഗ്ലൗസ് എന്തെങ്കിലും കിട്ടോ? ഇത് നിങ്ങളുടെ രാജകൊട്ടാരം ഒന്നും അല്ല മഹാറാണി. ഇവിടെ ഞങ്ങള് ഗ്ലൗസ് ഇട്ടൊന്നും അല്ല പണി ചെയ്യുന്നത്. ഇതൊരു സാധാരണ വീടാ. ഞങ്ങൾ എല്ലാവരും വെറും കൈവച്ചാ പണി ചെയ്യുന്നത്. ചെല്ല്, വൃത്തിയാക്ക. നോക്ക് വിദ്യ, അതെ, നീ വല്യമ്മയോട് പറ. നീ പറഞ്ഞാ വല്യമ്മ അനുസരിക്കും. ഈഷാമ്മയുടെ ഇവിടുന്ന് പോണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുന്ന് പറഞ്ഞേക്കാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ പറ്റാത്തോണ്ടാ. ശരിക്കും രാജകുമാരെ പോലെ ജീവിച്ചവർ അവരെ എവിടെ ഇങ്ങനെ കൊണ്ടിട്ട് പണിയെടുപ്പിക്കുന്നത്? സത്യം പറഞ്ഞതൊക്കെ വലിയ പാപാ. ജാനകിയമ്മായി ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാലുണ്ടല്ലോ, പിന്നെ ആര് പറഞ്ഞാലും കേക്കില്ല. ഞാൻ പറഞ്ഞാലും ശരി. നിനക്കറിയോ, സാർ ഇഷ മാഡത്തിനെ പാവക്കുട്ടി എന്നാ വിളിച്ചിരുന്നത്. അവരാണെങ്കിൽ നീ കണ്ടില്ലേ, ശരിക്കും പാവക്കുട്ടി പോലെ ഇരിക്കുന്നത്. മയിൽബിലി കൊണ്ട് തൊട്ടാ പോലും അതിന്റെ പടം അവരുടെ ദേഹത്ത് കാണും. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
ഇവൻ ഇഷയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ടല്ലോ. തൂവലിനെക്കാളും സോഫ്റ്റ് ആയ കൈകളാ അവരുടെ. ഒരിക്കലും ചെരുപ്പില്ലാതെ അവര് തറയിലിറങ്ങി നടന്നിട്ടില്ല. റോസാപ്പൂവിന്റെ ഇതളുകൾ പോലെ വളരെ സോഫ്റ്റ് ആയ കാലുകളാ മാഡത്തിന്റെ. അങ്ങനെ വളർന്നവരവര്. ഇനി നീ തന്നെ പറയൂ വിദ്യ, അങ്ങനെയുള്ളവർ ഇവിടെ വന്ന് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? തോന്നില് പോലുള്ള കൈ, റോസാപ്പൂ പോലുള്ള കാല്. ആ കല്യാണം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ നീ ഇതൊക്കെ മനസ്സിലാക്കി കളഞ്ഞല്ലേ? ഇഷ മോളെ, നീ എന്തായി ചെയ്യുന്ന മോളെ? എന്തു പറ്റി? അയ്യോ, നിക്കവിടെ മഹാറാണി, നിന്റെ അഭിനയം ഒന്നും ഇവിടെ വേണ്ട. ഇങ്ങോട്ട് തിരിച്ചു വാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെയാ ഇവിടെ ചെയ്യണ്ടേ. എന്താ പ്രശ്നം? എന്താ? ഓ, ഇയാൾക്കൊരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ഇത്ര പെട്ടെന്ന് വരേണ്ട കാര്യം എന്താ? ക്ലൈമാക്സ് കിടക്കുന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ എന്താ ഇത്? ചിറ്റപ്പ, അത് അമ്മ ഇഷയെ കൊണ്ട് സിങ്ക് ക്ലീൻ ചെയ്യിക്കായിരുന്നു. കൊള്ളാം ചേട്ടത്തി, കൊള്ളാം. ഇവിടെയുള്ള മാലിന്യം മുഴുവനും നിങ്ങൾ ആ പാവത്തിനെ കൊണ്ട് വൃത്തിയാക്കിച്ചല്ലേ? പക്ഷെ ആ പാവത്തിനെതിരെ നിങ്ങളുടെ മനസ്സിലുള്ള മാലിന്യം ഉണ്ടല്ലോ, അതെപ്പോഴാ വൃത്തിയാക്കാൻ പോകുന്നേ? അയ്യോ, വാ വാ മോളെ, ഇവിടെ ഇരിക്കും. അല്ല, എന്ത് തെറ്റിന്റെ ശിക്ഷ നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നേ? അച്ഛാ, അതൊന്നും സാരമില്ല. അല്ല മോളെ, ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ്. അത് കുട്ടികൾ ചെയ്താലും മുതിർന്നവർ ചെയ്താലും തെറ്റിന് മുന്നേ തല ഉനിക്കാൻ പാടില്ല, അത്ര തന്നെ. ചേട്ടത്തി, നിങ്ങളുടെ ഈ അസ്വസ്ഥത, നിങ്ങളുടെ ഈ വെറുപ്പ്, ദേഷ്യം, അതൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ. പക്ഷെ അത് നിങ്ങൾ തെറ്റായ രീതിയിലാണ് പുറത്ത് കാണിക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിന്റെ കൂടെ എവിടെയെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുന്നത് വലിയ മഹാ അപരാധമൊന്നും അല്ലല്ലോ. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ദ്രോഹിച്ച് ഈ അവസ്ഥയിലാക്കിയിട്ട് നമ്മുടെ വില നമ്മുടെ മുന്നിൽ തന്നെ ഇടിയല്ലേ? ഇല്ല ചേട്ടത്തി, ഇത് ശരിയാവില്ല. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ വീട്ടിൽ പുതിയ മരുമോൾ ചെയ്യേണ്ട കാര്യമേ ഇനി ഇവൾ ചെയ്യൂ. ഇക്ഷ സൂരജിനോടൊപ്പം നാളെ തന്നെ നമ്മളെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം. മോണിക്ക് പൂരന്റെ കൂടെ അയച്ചതുപോലെ. ചേട്ടത്തി, ആദ്യം കിട്ടേണ്ടത് പുതിയ ദമ്പതിമാർക്ക് പുതിയ ജീവിതം നയിക്കേണ്ട അനുഗ്രഹമാണ്, ശിക്ഷയല്ല. സൂരജ് എങ്ങോട്ടും പോവില്ല. എന്ത് അവകാശം കൊണ്ടാ പോകുന്നേ?
ഞാൻ ഇവളെ മരുമകളായിട്ട് കണ്ടിട്ടില്ല. അതിന് നിങ്ങൾ അവളെ അങ്ങനെ കണ്ടില്ലെങ്കിലും അവൾ അങ്ങനെ ആയി കഴിഞ്ഞു കേട്ടതേ. മരുമകളെന്ന നിലയിൽ നിങ്ങൾ അവൾക്ക് ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ ചെയ്ത് നിങ്ങൾ അത് തെളിയിച്ചല്ലോ. ഇപ്പോൾ അവൾക്ക് ഈ വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശവും നിങ്ങൾ തന്നെയല്ലേ കൊടുത്തത്. അതുകൊണ്ടല്ലേ മറ്റുള്ളവരെ പോലെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ അവൾക്ക് കൊടുക്കുന്നത്. ഇനി ഒന്നും പറയണ്ട. നാളെ സൂരജും ഈശയും കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നു, ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നു. മറ്റൊന്നും പറയരുത്. പുതിയ മണവാട്ടിയുടെ കയ്യില് ആകെയുള്ളത് 4 സാരിയാ. അതിലാണെങ്കിൽ ചുമന്ന സാരി ഇല്ല ധനു. എങ്ങനെ അമ്പലത്തിലേക്ക് പോവും? ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും പറ്റിയേനെ. താങ്ക് യു. സൂരജ്, പറഞ്ഞോ. അത് സൂരജ്, ആക്ച്വലി ഞാൻ ആകെ ഒരു വിഷമത്തിപ്പെട്ടിരിക്ക. ഇപ്പോഴെങ്കിലും അതൊന്നും മനസ്സിലാക്കിയല്ലോ. അതിപ്പോ ഈ സിറ്റുവേഷനിൽ നിങ്ങളെന്നല്ല ഏതൊരു പെൺകുട്ടിയാണെങ്കിലും വിഷമിച്ചു പോകുന്നേ. റിയലി? അപ്പൊ നിനക്ക് വിഷമം മനസ്സിലാവുന്നുണ്ടോ? കൊള്ളാം. എനിക്കല്ലാതെ മേഡത്തിന്റെ വിഷമം വേറെ ആർക്കാ മനസ്സിലാവുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നീ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യോ? ഇതല്ല ഞാൻ ദിവസങ്ങളായിട്ട് പറയുന്നത്. ഇതിനുള്ള സൊല്യൂഷനും എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ മേഡത്തിന് അച്ഛനടുത്തേക്ക് കൊണ്ടുപോവാ. അച്ഛനോ? ഇതിലിപ്പോ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്താവനാ? ഞാനിപ്പോ ഏത് കളർ സാരി ഉടുത്ത് നിന്റെ കൂടെ അമ്പലത്തിൽ വന്നാലും അച്ഛൻ എന്താ? സാരിയോ? അല്ല, ഇതിനിടയ്ക്ക് സാരി ഇവിടെ കയറി വന്നേ? സാരി ഇതിനിടയ്ക്ക് കയറി വന്നതല്ല, അതാ ഇവിടെ തന്നെ കിടക്കല്ലേ. പക്ഷെ ഇതില് ഒരു പൂജയ്ക്ക് പോകാൻ പറ്റിയ ഒരു സാരിയില്ല. സൂരജ്, ഒന്നും വിചാരിക്കരുത്. പക്ഷെ നിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് എനിക്ക് വേണ്ടി ചുമന്ന സാരി കൊണ്ടുവരാൻ പറ്റുമോ? നാളെ നമ്മള് കുടുംബക്ഷേത്രത്തിൽ പോവാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ ചുമന്ന കളറിലുള്ള സാരി എടുത്ത് അവിടെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ മാഡം നേരത്തെ മുതല് ഈ സാരിയുടെ കാര്യമാണോ പറഞ്ഞോണ്ടിരുന്നത്? ആ, വേറെന്താ? പിന്നെ ആ ചുമന്ന സാരിക്ക് മാച്ചായിട്ട് വള, മാല, കമ്മല്, പൊട്ട്, ലിപ്സ്റ്റിക് എല്ലാം വേണം. നമ്മള് ആദ്യമായിട്ടല്ലേ കുടുംബക്ഷേത്രത്തിൽ പോകുന്നേ? ഇതൊക്കെ ഇല്ലാതെ പിന്നെ എങ്ങനെ? ഹലോ, എക്സ്ക്യൂസ് മീ മാഡം, നമ്മള് കുലദൈവത്തിന്റെ അടുത്താ പോകുന്നത്. കുലദൈവം അവിടെ വേറെ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ല. നിങ്ങളുടെ ഈ ലിപ്സ്റ്റിക്, പൊട്ട്, മാച്ചായിട്ടുള്ള വളകള് ഇതൊക്കെ ചെക്ക് ചെയ്യാ. കൊടുക്കുന്ന സാരിയുടെ കളറല്ല, മനസ്സിലെ ഭക്തിയാ വലുത്. മനസ്സിലായോ? നീ കൂടുതലൊന്നും പറയണ്ട. സാരി വാങ്ങാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചുമന്ന കളർ സാരി കൊടുക്കും. നീ എന്തൊരു മനുഷ്യനാ? വിവാഹം കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചന തന്നെ ചുമന്ന സാരി, അറിയോ? ആദ്യത്തെ വഴിയാണ് സഹനം. എന്ന് വെച്ചാൽ സ്നേഹപൂർവ്വം സംസാരിച്ച് കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിലൂടെ സാവധാനം, സ്നേഹത്തിൽ, സമാധാനത്തിൽ ചേർത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എന്നാ ശരി, സാരിയുടെ കൂടെ ഇനി എന്തൊക്കെയാണോ വേണ്ടത് അതിന്റെ ഒരു ലിസ്റ്റിംഗ് തന്നോളൂ. ഞാനെല്ലാം വാങ്ങിട്ട് വരാം. വേറൊന്നും വേണ്ട, മാച്ചിങ് നെയിൽ പോളിഷും കൂടി വേണം പ്ലീസ്. എന്തൊരു ജന്മം! ഈ വീട്ടിൽ ഇതുവരെ എന്തൊക്കെ നടന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോട്ടെ. പകരം സാരിയുടെ കളറിനെ കുറിച്ചാ ചിന്തിക്കുന്നത്. ഇതിലേക്ക് എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞോ? ഞാനോ? ഞാനിനിയിപ്പോ എന്ത് പറയാനാ? ഒന്നുമില്ല.
ആ ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കി തന്നാ എനിക്ക് പോവായിരുന്നു. മാർക്കറ്റ് വരെ പോയിട്ടെ. കാവ്യ ഇത് മതി, കൊറേ നേരമായി. ഞാൻ കണ്ണു തുറക്കാൻ പോവാ. വേണ്ട 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 വേണ്ട, 1 മിനിറ്റ് അല്ല 2 മിനിറ്റ്. ഞാൻ തുറക്കുക. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ താങ്കൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. അല്ല, ഈ ഫോട്ടോസ് ഒക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങളുടെ ഏട്ടത്തി തന്നതാ. നിങ്ങൾ ഈ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് എപ്പോഴും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പൂജയ്ക്ക്. ഇനിയിപ്പോ ഇതൊക്കെ എന്താ ചെയ്യേണ്ടെന്നാ എനിക്ക് പിടികിട്ടാത്തെ. ഇതിന്ന് കുലദേവതയുടെ മുന്നിൽ വെക്കുന്നത് എന്താ, മരുമകളുടെ കയ്യിൽ വെക്കുന്നത് എന്താ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഈ കാണുന്ന കൂടെ ഉണ്ടല്ലോ, ഇത് മരുമകള് അമ്പലത്തിലേക്ക് പോകുമ്പോ കയ്യിൽ വെക്കേണ്ടതാണോ അതോ തിരിച്ചു വരുമ്പോ കൊണ്ടുവരേണ്ടതാണോ? പറയൂ. പിന്നെ ഇതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ കുറ്റം പറയരുത്. അതുകൊണ്ടാ എല്ലാവരും ഒന്ന് ശരിക്കും ചെക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്തെങ്കിലും. ഈ അനിയനെ കൊണ്ട് തോറ്റു. എനിക്കൊരിക്കലും മനസ്സുകൊണ്ട് മരുമകളായിട്ട് കാണാൻ പറ്റാത്തവളെയാ എന്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. നിനക്കറിയാവോ? എനിക്കോ? അല്ലാതെ പിന്നെ ആരാ? ചിറ്റപ്പ, എനിക്കിതൊന്നും അറിയില്ല. നിങ്ങൾക്കറിയാവുന്നല്ലേ, ഞാൻ തന്നെ സ്ഥിരം കല്യാണം മുടങ്ങി നിൽക്കുന്നവളാ. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇതിലെന്തെങ്കിലും അബദ്ധം കാണിച്ചാ ഞാൻ തന്നെ പെട്ടുപോവില്ലേ? അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എന്ന് മോളെ നീ പറ, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? എനിക്ക് പൂജയ്ക്കുള്ളതൊക്കെ അമ്മ തന്നെ ഒരുക്കി തന്നതായിരുന്നു. അതെന്താണെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അതിഥിയെ വിളിച്ചിങ്ങോട്ട് വരാൻ പറയാം. അറിയാമെങ്കിലും ഞാനിപ്പോ പറഞ്ഞുതരാനൊന്നും പോകുന്നില്ല. അവളവളുടെ ഭർത്താവിന്റെ കൂടെ പാസ്തയൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് വന്നിരിക്കുക. ഇനി അമ്പലത്തിലും കൂടെ എൻജോയ് ചെയ്യാൻ പോവാ. ഈ അതിഥിയും ഫോൺ എടുക്കുന്നില്ല. മുത്തശ്ശ, ആ അത് കൊള്ളാം. എല്ലാരോടും ചോദിച്ചു, പക്ഷെ എന്നോട് ചോദിച്ചില്ലല്ലോ. ആഹാ. ആ, എന്റെ ഇന്റർനെറ്റിൽ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് ചോദിച്ചിട്ട് എന്തൊക്കെയാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ മിടുക്കൻ. നിന്റെ ഇന്റർനെറ്റ് ചേച്ചി വിവരങ്ങളൊക്കെ പറഞ്ഞു തരുമായിരിക്കും. പക്ഷെ അവർക്ക് കിട്ടേണ്ട അനുഗ്രഹം ഇല്ലേ, അത് വീട്ടിലെ മുതിർന്നവർ കൊടുക്കേണ്ടതല്ലേ? അതവരുടെ മനസ്സിൽ നിന്ന് കിട്ടേണ്ടതുമാണ്. ചെല്ലുമോനെ, നീ കളിച്ചോ. ചെല്ലു ചെല്ലു. ഇതവളെ മരുമകളായിട്ട് കണ്ടിട്ടൊന്നുമല്ല. നിന്റെ ഈ വിഷമം എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാ. അതുകൊണ്ടാ ഈ പൂജാ സാധനങ്ങൾ ഞാൻ മുഴുവനാക്കുന്നത്. അതെ അനിയ, മുതിർന്നവരുടെ കയ്യില് ചടങ്ങ് ചെയ്യാനുള്ള അറിവ് മാത്രമല്ല, അത് ചെയ്ത് പരിചയം ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ പറയോ, വേലി ചാടിയവളുടെ മകളാവള്. നോക്കിക്കോ, ഒരു ദിവസം ഇവിടെ അവൾ അമ്മയെ പോലെ പുകിലുണ്ടാക്കി നമ്മളെല്ലാരും വിട്ടിട്ട് അവള് പോകും.
എന്നാ ചേട്ടത്തെയും കണ്ടോ, സൂരജിനെ നല്ല നിലയ്ക്ക് കൊണ്ടുവരാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അത് ഈ കുട്ടിക്ക് മാത്രമേ. ആ ശരിയാ സൂരജേട്ടാ, പെണ്ണുങ്ങളെ കൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിലേ ഗിഫ്റ്റ് അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. പിന്നെ എനിക്കൊരു കാര്യം ശരിക്കും അറിയാം, ഇതിൽ ചേട്ടത്തെ ശരിക്കും വീഴും. അതോടെ ചേട്ടത്തെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ റെഡിയാവും. നിങ്ങൾ നോക്കിക്കോ. ഏട്ടത്തി ആ ഏട്ടത്തി ഇതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറയണം? അതെ, ഇവിടെ അവര് നിങ്ങളെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോ ഞങ്ങളെ പോലുള്ളവർക്ക് ചേട്ടത്തി തന്നെയല്ലേ. ഇത് ഞാൻ പറഞ്ഞതാ ശരി, അത് തന്നെയാ ശരി. ഞാൻ സാരി മറ്റുമാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇവൾ കണ്ട ഇപ്പൊ തന്നെ ഇവിടെ കിടന്ന് ബഹളം കൂട്ടി നാട്ടുകാരെ മൊത്തം അറിയിക്കും. മാത്രമല്ല നേരെ ചെന്ന് വല്യമ്മോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ബാഗിലെന്താ? ഒരാനയാ, എന്താ വേണോ? ബാഗിൽ എന്താണ് പോലും? ബാഗിൽ എന്റെ സാധനങ്ങള്, അല്ലാതെ വേറെ എന്താ? ആ അതെ അതെ, അല്ലാതെ എന്താ. അല്ല പിന്നെ ഒരു ബ്രഹ്മചാരിയുടെ സാധനങ്ങളാ ഇതില്. അത് മാത്രമല്ല, കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ ഇതിലോട്ട് നോക്കാൻ പോലും പാടില്ല, അറിയോ? ആണോ? ആ പിന്നെ ഇത് നോക്കിയിട്ട് ബാക്കി കാര്യം. അല്ല, ചേട്ടന്റെ ഭാര്യ ഇരിക്കുന്നിടത്തോളം അവര് എന്റെ ചേട്ടത്തി തന്നെയല്ലേ. പിന്നെ ഞാൻ നോക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. ആ എന്നാ ചെല്ലു. ഓ ഞാനെന്തിനാ സ്ഥലം വിടുന്നേ? ഞാൻ ജാനകിയമ്മയെ കാണാൻ വന്നതാ. നാളെ കുടുംബക്ഷേത്രത്തിൽ പോവാനുള്ളതാ. എന്നിട്ട് കാലൊക്കെ എന്തൊരു വേദനയാ. നാളത്തെ പൂജയ്ക്ക് മാലയൊക്കെ കെട്ടാനുണ്ടോ? അയ്യോ, എനിക്ക് മാലയൊന്നും കെട്ടാൻ അറിയില്ലല്ലോ. കുഴപ്പമില്ല, അതും കൂടെ എന്നെ പഠിപ്പിച്ചാ മതി. അതാവുമ്പോ അതും പഠിക്കാലോ. സൂചിയും നൂലൊക്കെ എവിടെ? അതെ, നിക്ക് നിക്ക് ഒരു മിനിറ്റ് നിക്ക്, സമാധാനപ്പെട്. ഇത് മാറ്റി നോക്ക്. ഹായ്, താങ്ക് യു സോ മച്ച് സൂരജ്. താങ്ക് യു. ദേ ഞാൻ വീണ്ടും പറയുക, ഒരു കാര്യം മനസ്സിൽ വെച്ചോ. കുലദേവതയുടെ പൂജ കുറച്ച് ബുദ്ധിമുട്ടാ, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പോരാത്തതിന് ഈ സാരിയൊക്കെ കൊടുത്തോണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മാഡത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, കാലും മരുന്നൊക്കെ തേച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ നടക്കുക? ഞാൻ പറയുന്നത് നമുക്കൊരു പണി ചെയ്യാം. ഈ അമ്പലത്തിൽ പോകുന്ന കാര്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദേ ഞാൻ വീണ്ടും പറയുക, ഒരു കാര്യം മനസ്സിൽ വെച്ചോ. കുലദേവതയുടെ പൂജ കുറച്ച് ബുദ്ധിമുട്ടാ, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പോരാത്തതിന് ഈ സാരിയൊക്കെ കൊടുത്തോണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മാഡത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, കാലും മരുന്നൊക്കെ തേച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ നടക്കുക? ഞാൻ പറയുന്നത് നമുക്കൊരു പണി ചെയ്യാം. ഈ അമ്പലത്തിൽ പോകുന്ന കാര്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 ദിവസം എന്നല്ലേ അമ്മായി പറഞ്ഞത്? ഇപ്പൊ 5 ദിവസത്തിൽ നിന്ന് 1 ദിവസം കടന്നു പോയി. ഈ ഒരു ദിവസം തന്നെ അവൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു എന്ന് നീ അവളോടൊന്ന് ചോദിച്ചു നോക്ക്. അവൾ എങ്ങനെ വേണോ ശ്രമിച്ചോട്ടെ, പക്ഷെ ഈ വീട്ടിൽ ഞാൻ അവളെ മരുമകളായി വാഴിക്കില്ല. വിദ്യ, അവൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കോ എന്ത് വേണോ ചെയ്യട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മരുമകൾ എന്ന് നീ തന്നെയാ.
അതെങ്ങനെയാ അമ്പലത്തിൽ പോകുന്ന കാര്യം ക്യാൻസൽ ചെയ്യുന്നേ? മോളെ ആ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി പൂജ കഴിയുന്നതിന് മുമ്പ് പൂജാരിയോട് നീ ചോദിച്ചാൽ മതി. तू ना जरा सा भी मेरी तरह ना कहीं से मैं तेरी तरह मिलके भी दोनों हैं अजनबी कैसी है ये दास्ता നമ്മള് ഇതിലാണോ അമ്പലത്തിലേക്ക് പോകുന്നേ? അല്ല അത് വേറൊന്നുമല്ല, ഞാനിപ്പോ എങ്ങനെയാ ഇതിലിരിക്ക? അത് ശരി, ഇത്രയുള്ള കാര്യം. ഞാനിവിടെ ഇല്ലേ? നിങ്ങൾ പിന്നെ സ്മാർട്ട് ആയോണ്ട് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. നോക്കിയോ ചേട്ടത്തി, ദേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാര് പോണത്. മതിയാക്കണം, മാറിക്കോളൂ. ഡോണ്ട് വെറി ബ്രഹ്മചാരി സാറേ, ടച്ച് ചെയ്യാതെ നോക്കിക്കോളാം. മക്കളെ, പുതിയ ദമ്പതിമാര് ഈ കലശം ഒരുമിച്ച് കയ്യിൽ പിടിച്ച് ഈ അമ്പലത്തിനെ 251 തവണ പ്രദക്ഷിണം ചെയ്യും. ഒരുമിച്ച് കലശം പിടിച്ചോണ്ട് എങ്ങനെയാ പ്രദക്ഷിണം ചെയ്യുന്നത്? ഇവൻ ബ്രഹ്മചാരിയാണല്ലോ, തൊടാനും പറ്റില്ല. ഈ സൂരജിത്ത് എവിടെ പോയി? പ്രദക്ഷിണം ചെയ്യണമെന്നുണ്ടെങ്കിലേ ദാ ഇതിലോട്ട് കയറി ഇരിക്കുക. ഏയ് വേണ്ട വേണ്ട, ഞാൻ പ്രദക്ഷിണം ചെയ്തോളാം. ഇരിക്കുക. ഇരുന്നോളൂ മോളെ, നീ ഒരു മഹാഭാഗ്യവതി തന്നെയാ. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ? पर लंबी है दूरियां है दूरियां सुदिनं तदेव ताराबलं चन्द्रबलं तदेव विद्याबलं देवबलं तदेव लक्ष्मीपते देन्द्रियुगं स्मरामि मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरि सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते
ആ വിവാഹം എൻ്റെ ഇഷ്ടത്തോടെ നടന്നതല്ല. എങ്കിലും ഞാൻ സൂരജിനെ എന്നെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു. എനിക്ക് ശക്തി തരണേ അമ്മേ. എനിക്ക് അവൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഏതൊരവസ്ഥയിലും ഒപ്പം നിൽക്കാനുള്ള ശക്തിയും വഴിയും കാണിച്ചു തരണേ. ഈ കല്യാണം എൻ്റെ നിവൃത്തികേടായിരുന്നു. എനിക്ക് മാഡത്തിന്റെ ജീവിതം നശിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഇഷ മാഡം എന്നെ ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് മാഡത്തിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണേ. അതാണ് ഇവിടെ എല്ലാവർക്കും നല്ലത്. മക്കളെ, ഇതാ പൂജിച്ച രക്ഷയാണ്. ഇത് പരസ്പരം കയ്യിൽ കെട്ടിക്കൊടുക്കണം. ഇത് അമ്മയുടെ അനുഗ്രഹമായിട്ട് കരുതിയാൽ മതി. एक है जमीन एक है आसमां, दोनों ही है दोनों से जुदा, रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां, है दूरियां। तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ। അമ്മ നിങ്ങളെ രണ്ടുപേരെ എപ്പോഴും കാത്തു രക്ഷിക്കട്ടെ. കാരണം നിങ്ങളെ ഒന്നിച്ച് കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു തീരും. നിന്റെ സെലക്ഷൻ അസലായിട്ടുണ്ട്. നിന്റെ സാരി എന്ത് നല്ലതാ. ഇത് എവിടുന്നാ വാങ്ങിയത്? ഈ സാരി എൻ്റെ ഹസ്ബൻഡ് വാങ്ങിത്തന്നതാ. ഈ ഭർത്താവ് ഭർത്താവ് എന്നുള്ള വിളികെട്ടി ചെവി തഴമ്പിച്ചു. എന്തിനാ അവർക്ക് എപ്പോഴും ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ കാണുന്നുണ്ടോ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ഭാര്യയോട് എന്തുമാത്രം സ്നേഹമാണെന്ന് കണ്ടോ? നിങ്ങളും ഉണ്ടല്ലോ. ഇന്ന് ഒരു ടവലെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എന്നെ സൂരജിനെ ഒന്നിപ്പിച്ചത് ഈ അമ്മ തന്നെയായിരിക്കും. നന്നായിരിക്കും മോളെ. ഇന്നു മുതൽ ഈ ഏരിയ എന്റേത് മാത്രമാ. എന്റേത് മാത്രം. ഇന്നു മുതൽ മനോഹർ പാൻ മസാല എന്ന ടെമ്പോ ഈ പരിസരത്ത് എങ്ങും കാണില്ല. ദാ കാലെടുക്കണം. ഗംഭീരം. നിന്നെ സമ്മതിച്ചേ പറ്റൂ. പിടിച്ചതേ പിടിച്ചു. അതും ഗുലാബ് സിംഗിന്റെ മകളെ തന്നെയാ. ആ പാവം ഗുലാബ് സിംഗ് ആണെങ്കിൽ നീ ബ്രഹ്മചാരിയാണെന്ന് കരുതി അയാളുടെ മകളെ നോക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ നീ എന്താ ചെയ്തേ? നോക്കി നോക്കി അവളെ അങ്ങ് ഹൃദയത്തിലോട്ട് വെച്ചു. കൊള്ളാം. എന്തായാലും സമ്മതിച്ചു നിന്നെ. കൈക്കലാക്കിയതോ നഗരത്തിലെ തന്നെ ഏറ്റവും സൂപ്പർ സാധനത്തിനെ. നിങ്ങളെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഏതോ ഗുണ്ടകള് വന്ന അമ്പലമുറ്റത്ത് അടിപിടി അടക്കുക. അവർക്ക് ഈശ്വരന് വല്ല പേടിയുണ്ടോ? അപ്പൊ നിന്റെ ഭർത്താവ് ഗുണ്ടയായിരുന്നല്ലേ? ഈ സാരിയും വളയും പൊട്ടും കമ്മലും ഒക്കെ ഗുണ്ടായസം കൊണ്ട് സമ്പാദിച്ചതായിരിക്കും അല്ലേ? ഇങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കുന്നില്ല നല്ലത് കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ?
ഇഷ, ഇന്ന് നീ വയസ്സറിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിങ്കളാഴ്ച വ്രതമാ. എന്ത് വരവാ ഭഗവാനോട് ചോദിച്ചേ? അത് പിന്നെ ഭാര്യയും ഭർത്താവും പരസ്പരമുള്ള നിഴലുകൾ പോലെയാ. എന്നുവെച്ചാ ഒരാളുടെ ശരീരവും മറ്റൊരാളുടെ നിഴലും. അങ്ങനെ ഒരു ബന്ധമാകുമ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്കും അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവും. അതേപോലെ ഒരാളുടെ വിജയം മറ്റൊരാളുടെ വിജയവും ആയിത്തീരും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു IAS ഭർത്താവിനെ കിട്ടാനാ. അപ്പൊ ആളുകൾ കാണുമ്പോ എന്തു പറയും? ദാ അത് കണ്ടോ, IAS ഓഫീസറിന്റെ ഭാര്യയാ പോകുന്നേ. പൂജയൊക്കെ തീർന്നില്ലേ? എന്നാ പോവാം. അടിപൊളിയായിട്ടുണ്ടല്ലോ ആരോസ്. ഇന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ? സ്പെഷ്യൽ ഡേ ഒക്കെ ആണ്. കാരണം എനിക്കിന്ന് നിന്നോടൊരു താങ്ക് യു പറയണം. താങ്ക് യു. അതെ കാവ്യ, നീ എന്റെ ലൈഫിലെ ബെസ്റ്റ് മെമ്മറീസ് വീണ്ടും എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. മനസ്സിന് വീണ്ടും ഒരു ധൈര്യം ഉണ്ടാക്കി. ഇനി എത്രയും പെട്ടെന്ന് എന്റെ അസുഖമൊക്കെ മാറി 2 കാലിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ താങ്ക് യു കാവ്യ. എന്താ ഇങ്ങനെ കെയർലെസ് ആയി ചെയ്യുന്നത്? ഇവൾ പ്രഗ്നന്റ് ആണ്. നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇതൊരു വീടാണ്, കളിസ്ഥലമൊന്നുമല്ല. വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. അനുരാഗേട്ട പ്ലീസ്. കാവ്യ ഇവിടുത്തെ വേലക്കാരി ഒന്നും. സോറി സർ, ഐ എം സോറി. അടുത്ത തവണ ഈ വേലക്കാരി കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഉണ്ടാക്കില്ല. സോറി. കുഴപ്പമില്ലല്ലോ. ഇല്ല. കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും ടെൻഷൻ എന്തിനാ? അപ്പൊ പിന്നെ ഞാൻ പ്രഗ്നന്റ് അല്ലെന്നറിയുന്ന ദിവസം ഇവിടെ എന്തായിരിക്കും? ചെറിയച്ഛൻ വന്നു, ചെറിയച്ഛൻ വന്നു, ചെറിയച്ഛൻ വന്നു. അകത്ത് പോയി കളിക്കുക കേട്ടോ. അമ്പലത്തിലും ജോലി നടത്തിയിട്ടാണ് സാറ് വന്നിരിക്കുന്നതെന്ന് തോന്നുമല്ലോ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. സൂരജ് മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല വല്യമ്മേ, കുഴപ്പമില്ല. അല്ലെങ്കിലും ഗുണ്ടകൾക്ക് എന്ത് കുഴപ്പമുണ്ടാകാനാ? അവർക്ക് അമ്പലമായാലും എന്താ വീടായാലും എന്താ, എല്ലാം തല്ലുകൂടാനുള്ള സ്ഥലമല്ലേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. അനിയനല്ലേ ഇവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോ കണ്ടോ, എന്നെ പോലെ ദൈവത്തിന് ഈ ബന്ധം നന്നായിരിക്കണമെന്ന് താല്പര്യമില്ല. അതുകൊണ്ടല്ലേ പൂജ പൂർത്തിയാക്കാതെ രണ്ടുപേരും തിരിച്ചു വന്നത്. അല്ല, പൂജയൊക്കെ എപ്പോഴും പൂർത്തിയായി. ഇതാ പ്രസാദം. അസലായി. ഇതുകൊണ്ടല്ലേ ഈശ്വരൻ നിന്നെ ഈ വീട്ടിൽ മരുമകളായിട്ട് അയച്ചത്. ഇവന്റെ തലയിലെടുത്ത് നന്നായത് കൊണ്ടല്ലേ നിന്നെ പോലൊരു മോളെ ഇവന് ഭാര്യയായിട്ട് കിട്ടിയത്. അങ്ങനെയല്ല അനിയ, തലയിലെഴുത്തൊന്നും അല്ല. ഇവൾ എന്റെ സൂരജിന്റെ തലവിധിയാ.
ഏറ്റവും വലിയ നിർഭാഗ്യ. എന്തായാലും നീ ഗുണ്ട തന്നെയല്ലേ? ചതിയും വഞ്ചനയും അല്ലാതെ നിനക്കൊക്കെ വേറെ എന്തെങ്കിലും അറിയോ? അപ്പൊ നിന്റെ ഭർത്താവ് ഗുണ്ടയാണല്ലേ? ഈ സാരിയും വളയും പൊട്ടും കമ്മലും ഒക്കെ ഗുണ്ടായുസം കൊണ്ട് സമ്പാദിച്ചതാണല്ലേ? നീ നിന്നെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക് ഈഷ. ഇത് നീ തന്നെയാണോ? എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, നീ തകർന്നു പോകരുത്. നിനക്കിവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കാനുണ്ട്. അല്ല, എവിടെ പോയി നമ്മുടെ മഹാറാണി? അമ്പലവും വഴിപാടും പ്രസാദവും ഒക്കെ മതി. പോയി തുണി അലക്കാൻ നോക്ക്. ദാ വരുന്നു. സോറി ചേട്ടാ, അമ്പലത്തിൽ പോയില്ലേ? എനിക്കുള്ള പ്രസാദം എവിടെ? പ്രസാദം വേണോ നിനക്ക്? ആ, ഇപ്പൊ ഞങ്ങൾ അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ നിനക്ക് പോയി ചോദിച്ചൂടെ? അവന്റെ ഒരു എടാ, അച്ഛൻ മുൻപ് എന്നോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറിയിരുന്നത്. പക്ഷെ ഇഷ മാഡം വന്നതിന് ശേഷം ഉണ്ടല്ലോ, എപ്പോ നോക്കിയാലും അമ്പലത്തിലെ മണി പോലെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എന്റെ മണ്ടയ്ക്ക് അടിച്ചോണ്ടിരിക്കുക. ഈ തലവേദന എന്നാണോ തീരാൻ പോകുന്നത്? എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. ഇടാ, നിനക്ക് ഇതിലൊക്കെ ഉറപ്പുണ്ടല്ലോ അല്ലേ? ഈ ഫ്രണ്ട്ഷിപ്പ് നാടകമൊക്കെ ശരിക്കും ഏൽക്കുമല്ലോ അല്ലേ? എന്താടാ വീണ്ടും ഏടത്തെ നോക്കെ? നീ അല്ലടാ മാഡത്തിന്റെ ഫ്രണ്ട് ആവാൻ പറഞ്ഞേ? അപ്പൊ മാഡം മനസ്സിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ലേ നീ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ ഈ നാടകം കളിച്ചേ. കുറച്ച് സ്നേഹം നടിച്ചു, സാരി വാങ്ങിച്ചു കൊടുത്തു, അമ്പലത്തിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അങ്ങനെ പറ്റാവുന്ന ഒക്കെ ചെയ്തു. പക്ഷെ മാഡം പിടിക്കുന്ന മൊയിലിൽ മാത്രം 2 കൊമ്പ. ഇവിടുന്ന് പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. നീ ആണെങ്കിൽ ഏട്ടത്തി എന്ന് പറഞ്ഞ് എന്റെ സൗര്യം കെടുത്തിക്കൊണ്ടിരിക്കുക. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ മാഡം നിന്റെ ഏട്ടത്തിയല്ല, പിന്നെ എന്റെ ഭാര്യയല്ല. ചേട്ടത്തി എന്ത് ഏട്ടത്തിയല്ല? വീണ്ടും നോക്കേടാ, വേറെ എന്ത് വേണോ ആക്കിയോട്ടോ, അവരുടെ കണ്ണ് നിറയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ? എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കേൾക്കാനുള്ളതൊക്കെ ഞാൻ വൈകിട്ട് കേട്ടു. എടാ, നിനക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ ഈ ഫ്രണ്ട്ഷിപ്പ് നാടകം ശരിക്കും ഏൽക്കുമല്ലോ? അല്ല, അത് പുറത്ത് പറഞ്ഞ കാര്യത്തെ പറ്റിയാ എനിക്ക് സംസാരിക്കാനുള്ളത്. അത് തന്നെ എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ നീ ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടേ പറ്റൂ. നീ എന്നോട് ഫ്രണ്ട്ഷിപ്പിന് വന്നത് എന്തിനാ? കഴിയുന്നത്ര വേഗം ഈ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞയക്കാനല്ലേ? സൂരജ്, എനിക്ക് ഇവിടുന്ന് പോകണമെന്നില്ല. കാരണം ആ വീടിപ്പോ എന്റെ ലോകമല്ല. ഈ വീട്ടില ഞാൻ എന്റെ ലോകത്തെ കാണുന്നത്. സൂരജ്, പ്ലീസ് പ്ലീസ്, നീ ഈ ഗുണ്ടാപ്പടി ഒന്ന് ഉപേക്ഷിക്കോ? എന്നാ മാഡത്തിന് ഈ പിടിവാശി ഉപേക്ഷിച്ച എന്താ? ഈ വീട്ടിൽ മാഡത്തിന് എന്താ എടുത്തു വെച്ചിട്ടുള്ളത്? ഈ വീട്ടിൽ നിങ്ങൾ ആർക്കും തന്നെ ഇഷ്ടമല്ല. പിന്നെ എന്തിനാ വീണ്ടും എല്ലാവരും വെറുപ്പ് സഹിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നത്? എത്ര വെറുപ്പ് സഹിക്കേണ്ടി വന്നാലും ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആയിക്കോട്ടെ, സഹിച്ചോളൂ. എല്ലാരും വെറുപ്പ് സഹിച്ചോളൂ, എന്നെ സഹിച്ചോളൂ. പക്ഷെ ഞാൻ എന്താണോ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ളത് സത്യം. പക്ഷെ ഇതേ ആൾക്കാർക്ക് നീ തെറ്റായിട്ടൊന്നും ചെയ്യരുതെന്നും ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയെങ്കിലും നിനക്കിതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മാറാൻ ഇനിയും സമയമുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കൂ പ്ലീസ്. പറയുന്നത് അനുസരിക്കുക.
വെറുതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ. ശരി, ഞാൻ പോവാം. എന്താ പറഞ്ഞേ? കേട്ടില്ലേ, ഞാൻ പോയിക്കോളാന്ന്. ഞാൻ ഇവിടെ നിന്നെന്തൊക്കെയോ പോകാൻ തയ്യാറാ. പക്ഷെ എനിക്കൊരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയോ? ഒന്നല്ല, നിങ്ങൾ എത്ര വ്യവസ്ഥ പറഞ്ഞാലും എനിക്ക് സമ്മതം. പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? അടുത്ത 48 മണിക്കൂർ എന്ന് വെച്ചാ ഇനി വരുന്ന 2 ദിവസം നീ ഗുണ്ടായിസം പൂർണ്ണമായി ഉപേക്ഷിക്കണം. അടുത്ത 48 മണിക്കൂർ നീ ഒരു തരത്തിലുള്ള വഴക്കിനും വക്കാണത്തിനും പോകരുത്. ആർക്ക് നേരെയും കൈയൊങ്ങരുത്, ആരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യരുത്. അടുത്ത 48 മണിക്കൂർ നീ ഒരു ഗുണ്ടയെ പോലെയല്ല, മറിച്ച് നീ ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറണം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നീ എങ്ങനെയായിരുന്നോ അതുപോലെ പെരുമാറണം. അച്ഛൻ എന്നും അഭിമാനിച്ചിരുന്ന അച്ഛന്റെ പഴയ മകനായിരിക്കണം നീ ഇനി വരുന്ന 2 ദിവസം. സൂരജ്, ഇനി വരുന്ന 2 ദിവസം നീ ഇതെന്റെ മുന്നിൽ പ്രവർത്തിച്ച് കാണിച്ച ഞാനും നിനക്ക് വാക്ക് തരാം. ആ 48 മണിക്കൂറിന് ശേഷം പിന്നെ എന്റെ ഈ മുഖം നീ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല. ഉറപ്പായിട്ട് ഇത് വാക്കാണല്ലോ അല്ലേ? ശതമാനം ഉറപ്പാ. എന്നാലേ എനിക്കും സമ്മതം. 48 മണിക്കൂർ. ഈ വീട്ടിൽ ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, അച്ഛൻ അദ്ദേഹം ആഗ്രഹിച്ച പഴയ മകനെ കിട്ടുമല്ലോ.